LDF-നായി പ്രചാരണത്തിനിറങ്ങില്ല. സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ പറയും. തൃശൂർ മേയർ MK വർഗീസ് ഇപ്പോൾ സ്വതന്ത്രനായാണ് നിൽക്കുന്നത്. ആർക്കാണ് എന്നെ ആവശ്യം എന്നതനുസരിച്ച് 3 മാസത്തിനു ശേഷം തീരുമാനമെടുക്കുമെന്നും MK വർഗീസ് പറഞ്ഞു. തന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആര് സമീപിച്ചാലും അവരുടെ കൂടെ മുമ്പോട്ട് പോകുമെന്ന് MK വർഗീസ് വ്യക്തമാക്കിയിരുന്നു. 5 കൊല്ലം കൊണ്ട് പുതിയ തൃശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ. സ്വതന്ത്രനായാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അഴിമതിരഹിതമായ കുറെ വികസനം നടത്താൻ പറ്റും. അതിന്റെ ബോധ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും. ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും. പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. MK വർഗീസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഏറെ വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ 24 എന്ന നിലയിലായിരുന്നു LDF-ഉം UDF-ഉം. ഇതിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചുവെന്ന MK വർഗീസും എത്തിയപ്പോഴാണ് LDF-ന് ഭരണം ലഭിച്ചത്. 2.5 വർഷം മേയർ സ്ഥാനം, അതിനുശേഷം CPM-ലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നായിരുന്നു ധാരണ. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാൻ MK വർഗീസ് തയ്യാറായില്ല. മേയറെ മാറ്റിയാൽ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായിരുന്നു തൃശൂരിൽ. അതുകൊണ്ട് തന്നെ MK വർഗീസ് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ CPM-ന് കഴിഞ്ഞിരുന്നില്ല.